കേട്ടത് ശരിയാ കാടളക്കി വരണ കൊമ്പനെ തളച്ചത് ശരിയാ നീ കേട്ടത് ശരിയാ വിത്തുകൾ വിതച്ചത് നാളെ നാട്ടില് പെരിയാൾ നീ കേട്ടത് ശരിയാ കാലം മാറിടും നേരിൻ പാതകൾ ശരിയാ ശരിയാ നീ കേട്ടത് ശരിയാ കാടളക്കി വരണ കൊമ്പനെ തളച്ചത് ശരിയാ. ഹേ ഗായ്സ് ദ കിങ് യൂട്യൂബ് ചാനലിലെ ചങ്ങ വെച്ചാൽ പറഞ്ഞു സപ്പോസ് നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രീ ഫയറിൻ്റെ ഒരു കിടക്കാച്ച വീഡിയോ ആണ് ഗൈസ്. നമ്മൾ അന്ന് ക്രാഫ്റ്റ് ലാൻഡ് വണ്ടാപ്പള്ളിയുടെ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അതിനകത്തിൽ ഒരുത്തൻ കയറി വെല്ലു വിളിച്ചിരുന്നു അവനുമായിട്ട് 1v1 ഇല്ലാൻ. അപ്പോൾ ആ വീഡിയോ ആണ് ഗൈസ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അവനുമായിട്ടുള്ള കഷ്ടത്തിൻ്റെ വീഡിയോ ആണ് ഗൈസ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അവനെ അടിച്ചു പൊട്ടിക്കുന്ന നഷ്ടമാണ് ഗൈസ് ഇത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവൻ പറയുന്ന കാര്യങ്ങളുണ്ട് ഇതിനകത്തിൽ. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ കസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് ഉടനെ ഓക്കെ ഇനി ഗണ്ണെടുക്കുന്ന ടൈമാണ്. ഓക്കെ ഇന്ന് അടിച്ച് കീറും ഗൈസ്. നമ്മളിന്ന് മൊത്തം എക്സമേൻ്റെ കളിയാണ് ഗൈസ് കളിക്കാൻ വേണ്ടി പോകുന്നത്. MP5 എക്സമേൻ്റൊക്കെ എടുത്തു. ഡെസേർട്ട് MP5 എക്സമേൻ്റാണ് എടുത്തേക്കുന്നത്. ഓക്കെ, MP5 എന്തിനെടുത്തതെന്ന് ചോദിച്ചാൽ MP5 എടുത്തതിൻ്റെ കാരണം അവന് അടുത്ത് വരുമ്പോൾ നമുക്ക് അടിക്കാൻ വേണ്ടിയാണ് ഗൈസ്. ഓക്കെ, അടുത്ത് വന്ന ഗൈസ് അവൻ കുത്തി പിടിക്കും. അത് എനിക്ക് ഉറപ്പുള്ള കാര്യമുള്ളതുകൊണ്ടാണ് ഗൈസ് ഞാൻ MP5 എടുത്തത്. അല്ലെങ്കിൽ MP5 എടുക്കത്തില്ലായിരുന്നു. എക്സമേറ്റ് എടുത്ത് നമ്മൾ ലോങ്ങിൽ നിന്ന് കളിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ ഇവനൊന്നും കാണുന്നില്ല ഗൈസ്. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഇവിടെ കാണുന്നില്ല ഗൈസ്. എവിടെ പോയിന്ന് ഒരടി കിട്ടുന്നത്. പുന്നെ നോക്കിയപ്പോൾ എനിക്കൊരടി കിട്ടി ഗൈസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഈ വീടിൻ്റെ ബാക്കിലുണ്ടെന്ന്. നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങി എക്സമേറ്റ് ഗൈസ് കൊടുത്തു ഗൈസ്. 187 കൊടുത്ത് അടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഫസ്റ്റ് റൗണ്ട് എടുത്തിരിക്കുകയാണ്. അവന് മുട്ട എനിക്ക് ഒന്നാണ്. ഓക്കെ, നമ്മളങ്ങനെ ഫസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നമ്മുടെ ഗ്ലൂ വാൾ ഒരെണ്ണം എടുത്ത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒറിയോൺ ഫുള്ളായിട്ട് നമ്മുടെ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഇടാൻ വേണ്ടിയാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മളെ അതിലെടുത്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ കുറച്ച് മൂവ്മെൻറ്റ് ഇട്ട് കാണിച്ചു ഗൈസ്. നമുക്ക് നല്ല പവർ കയറും ഗൈസ്. അതാണ് നമ്മൾ മൂവ്മെൻറ്റ് ഇട്ട് കാണിക്കും ഗൈസ്. അങ്ങനെ ഗൈസ് സ്റ്റാർട്ട് ആവാറായി. സെക്കൻഡ് മാച്ച് സ്റ്റാർട്ട് ആവാറായി. നമ്മൾ എക്സമേറ്റും ഒക്കെ എടുത്തുകൊണ്ട് ഓടി ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഗണ്ണ് സ്വിച്ച് ചെയ്ത് ഓടി. ഇവിടെ നോക്കിയിട്ടും കാണുന്നില്ല. ഞാൻ വെച്ച് ഇവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കയറുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൈസ് ഇവിടെ വന്നിരുന്നത്. പക്ഷെ കുറേ നേരം നോക്കിയിട്ടും കണ്ടില്ല ഗൈസ്. ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടെ ഓടി. എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഗൈസ് ഇതുവരെ ചാടി വന്നവനെ അടിക്കുമെന്ന്. പക്ഷെ ഇവിടെ അങ്ങും ഇല്ല ഗൈസ്. അവൻ്റെ ഒരു പൊടി പോലും ഇല്ല. നോക്കുമ്പോൾ തറേനെ നൂബ് വർക്ക് ചെയ്ത് വരുന്നു. ഒറ്റ അടി കൊടുത്ത് ഗൈസ്. അവൻ കണ്ടതുപോലും ഇല്ല. അടിച്ചവിടെ ഇട്ടിട്ട് നമ്മൾ. ഓക്കെ, ഇനി അടുത്ത റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, അടുത്ത റൗണ്ട് മൂന്നാമത്തെ റൗണ്ടാണ് ഗൈസ്. സ്റ്റാർട്ടായതുകൊണ്ട് നമ്മൾ മഷ്റൂം 3 എടുത്തിട്ടുണ്ട്. അങ്ങനെ എബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ ഗൈസ് ഈ റൗണ്ടിലാണ് ഗൈസ് അവന് അടുത്ത് വന്ന് MP5 അടിക്കുന്നുള്ളത്. ഓക്കെ ഗൈസ്, റൗണ്ട് സ്റ്റാർട്ടാകാൻ ഇനി 7 സെക്കൻഡ് ഉണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമ്മൾ ഗണ്ണ് പിടിക്കാതെ ഓടുകയാണ് ഗൈസ്. ഓടി നമുക്ക് ഇവിടെ വന്ന് ഗൈസ് ഇവിടെ വന്നിട്ട് ഗൈസ് കാണുന്നില്ല. കുറേ നേരം നോക്കി പോകുന്നതുകൊണ്ട് അവിടെ നിന്ന് കുറേ തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ടപ്പോൾ മനസ്സിലായി അവൻ അവിടെ ഉണ്ട് ഗൈസ്. അവിടെ നിന്ന് തെക്കോട്ടും വടക്കോട്ടും ചാടി കളിക്കുകയാണ് ഗൈസ്. അടുത്തോട്ട് ചെന്നപ്പോൾ ഇവിടുന്ന് ഓടി വന്നു ഗൈസ്. ഓർക്കപ്പുറത്ത് ഓടി വന്നുകൊണ്ട് ഗൈസ് ഞാൻ എന്നെ കണ്ടില്ല. ചിലപ്പോൾ അവൻ സാൻഡിന് വിട്ടുപോയി. ഞാൻ അവനെ കിടന്ന് തപ്പുകയാണ് ഗൈസ്. അവൻ സാൻഡിനിട്ട് എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. അവൻ നിന്നെടുത്ത് പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബെഡ് പോലത്തെ ഇട്ടേക്കുന്നിടത്ത് ഇവിടെ വന്നിട്ടും അവനെ കണ്ടില്ല. നമ്മൾ 2 ചാട്ടമൊക്കെ ചാടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ അവനെ കണ്ടു ഗൈസ്. അവൻ തോണ്ട് അവിടെ ഇപ്പോൾ നമ്മൾ എക്സ്ഗെയിന് കൊടുക്കാൻ നോക്കി നടന്നില്ല. പിന്നെ കൊടുക്കാൻ നോക്കി നടന്നില്ല. അവൻ ഗൈസ് അടിച്ച്. അങ്ങനെ ഗൈസ് ഞാൻ MP5 എടുത്ത് ഗൈസ്. MP5 എടുത്തടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം കുറച്ച് നേരം ഇവിടെ നോക്കിക്കൊണ്ട് നിന്ന് എന്നിട്ട് നമ്മൾ ബെഡ് അടിച്ച് ഗൈസ്. അല്ലെങ്കിൽ ഇനിയും കുത്തിപ്പിടിച്ച് കൊന്നല്ലോ. ഞാൻ MP5 എടുത്തുകൊണ്ട് ഇറങ്ങി
കൊടുത്ത് തലയ്ക്ക് കൊടുക്കാൻ നോക്കി, പക്ഷേ അവൻ്റെ കാലിനാണ് അടിയെല്ലാം പോകുന്നത്. പിന്നെ ഗൈസ് ഒരൊറ്റ അടി അടിച്ചിട്ടു, പക്ഷേ എല്ലാം ബോഡി ഷോട്ടാണ് ഗൈസ് കയറിയത്. ഞാൻ വണ്ടപ്പല്ല ഹെഡ് ഷോട്ട് കയറാൻ നോക്കി, നടന്നില്ല. ഓക്കെ, ഇനി നമുക്ക് 4 റൗണ്ട് കൂടെ എടുക്കണം. മൊത്തം 7 റൗണ്ടാണ് ഗൈസ്. ഞാൻ കമൻറ്റിനകത്തിൽ അവനെ തിരിച്ച് കമൻറ്റ് അയച്ചായിരുന്നു, നിന്നെ മുട്ടയ്ക്ക് പൊട്ടിക്കുമെന്ന്. ഈ സ്വത്ത് തന്നെ നമ്മൾ നടത്തിയിരിക്കും ഗൈസ്. അതാണ് നമ്മുടെ ഒരു പവർ, നമുക്ക് അത് തന്നെ നടത്തണം. ഓക്കെ, അങ്ങനെ ഗൈസ് ഞാൻ അടുത്ത റൗണ്ടിൽ ഫസ്റ്റ് അപ്ഗ്രേഡും കുറേയൊക്കെ എടുത്ത് മഷ്റൂമും ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. നമ്മൾ മൂവ്മെൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കയ്യിൽ നിന്ന് കണ്ണ് സ്വിച്ച് ചെയ്ത് ഓടി. ഓക്കെ, ഈ ഒരു സ്ഥലമാണ്, അവന് എല്ലായിടത്തും വേണേൽ ഒളിച്ചിരിക്കാൻ നല്ല സാധ്യതയുണ്ട് ഗൈസ്. ഞാൻ ശ്രദ്ധിച്ചാണ് ഗൈസ് പോകുന്നത്. ഓക്കെ, ഒളിച്ചിരിക്കാൻ നല്ല സാധ്യതയുണ്ട്, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇവിടെയൊക്കെ വന്ന് നിന്നു. കുറേ നേരം നോക്കിയിട്ട് അവനെ കാണുന്നില്ല, അവൻ വരേണ്ട സമയം കഴിഞ്ഞ്. ഗൈസ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ അവിടുന്ന് ഒരു ഇത് കണ്ടി, ഫയറിൻ്റെ ഇത് കാണിച്ച്. അങ്ങനെ വന്നപ്പോൾ അവൻ എല്ലാ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അത് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് ഓടി ഗൈസ്, ഇങ്ങോട്ടോടി ഇവിടെ വന്ന് നോക്കി ഗൈസ്. അവൻ ആ വീടിൻ്റെ ജനലിനകത്തുനിന്ന് എന്നെ സ്കോപ്പ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, എന്നെ അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. പിന്നെ ഞാൻ ഒറിയോണ്ടിട്ട് കയറി ചെന്നിട്ട് ഇവൻ നൂബന്മാരുടെ റൂട്ട് അതിനകത്ത് ഇരുന്ന് എന്തോ കളിക്കും ഗൈസ്. കാട്ടു രൂപൻ എന്നൊക്കെ ചോദിച്ചാൽ കാട്ടു രൂപൻ ഗൈസ്. ഒരു തരത്തിൽ അവൻ വെളിയിലോട്ട് ഇറങ്ങത്തില്ല ഗൈസ്. ഞാൻ കുറേ ബോഡി ഷോട്ട് കൊടുത്തിട്ടൊന്നും അവൻ ഇറങ്ങുന്നില്ല, ഒരു തരത്തിൽ ഇറങ്ങത്തില്ല ഗൈസ്. എന്നെ ഗ്ലൂ അടിച്ച് പൊട്ടിച്ചിട്ട് എന്നെ അടിക്കാൻ വേണ്ടി നോക്കുന്നു. ഞാൻ ഒരു ബോഡി ഷോട്ട് കൂടെ കൊടുത്ത് ഗൈസ് അവൻ ഇറങ്ങുമ്പോൾ ഹെഡ് അടിച്ച് ഇടാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ നിന്നത്. പിന്നെ സോൺ അടുത്തെത്തിപ്പോൾ ചെറുക്കൻ ഇറങ്ങാൻ നോക്കി, പക്ഷേ ഞാൻ ഹെഡ് അടിക്കാൻ നോക്കിയത് മൊത്തം ബോഡി ഷോട്ടായിപ്പോയി. ഡ്രാഗ് ആയില്ല. ഡ്രാഗ് ആയത് അവൻ ചത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡ്രാഗ് ആയത്. ഓക്കെ, അങ്ങനെ പിന്നെ നമ്മൾ മഷ്റൂം എടുത്തു. നമ്മുടെ ഗ്ലൂ ഇല്ലായിരുന്നു, ഗ്ലൂ എടുത്തു. പിന്നെ നമ്മുടെ വെസ്റ്റ് കൂടെ അപ്ഗ്രേഡ് ചെയ്തു, ഇറങ്ങി. ഓക്കെ, അവൻ നേരത്തെ എന്നെ അടിച്ചു അടിച്ച് എന്നെ കൊന്നില്ല, അവനെ ഞാൻ കൊന്നത്. പക്ഷേ ഹെഡ് അടിക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല, കയറിയില്ല ഹെഡ്. നമുക്ക് മരിച്ചു വീണ് കഴിഞ്ഞാണ് ഗൈസ് ഞാൻ ഡ്രാഗ് ആയത് ഗൈസ്. ഗണ്ണിൻ്റെ ആ പോയിൻ്റ് തന്നെ ഡ്രാഗ് ആയത് അവൻ ചത്ത് കഴിഞ്ഞാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ ഗൈസ് അടുത്ത റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, ഈ റൗണ്ടിൽ ഗൈസ് അവൻ എവിടെയാണെന്ന് അറിയത്തില്ല, ഏതെങ്കിലും മൂലയിലൊക്കെ പോയി ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. അതാണ് എനിക്ക് വയ്യാത്തേ, ഇറങ്ങി മുന്നിൽ വന്ന് കളിക്കത്തില്ല ഗൈസ്. ഞാൻ അവനോട് ഹെഡ് ഷോട്ട് ഇടുന്ന കാര്യം ചോദിച്ചു, പക്ഷെ അവൻ പറഞ്ഞു ഹെഡ് ഷോട്ട് ഇടേണ്ട, എനിക്ക് കളിക്കാൻ അറിയത്തില്ലെന്ന് ഗൈസ്. എന്തൊക്കെയാണ് ഗൈസ്. ഇനി കുറേ കഴിഞ്ഞപ്പോൾ കണ്ട് ഗൈസ് അതുകൊണ്ട് അവൻ അവിടെ ഉണ്ട്. ഞാൻ സ്പോട്ട് ചെയ്തിട്ട് കണ്ടെയ്നറിൻ്റെ ബാക്കിൽ ഇവിടെ നിന്നു അടിക്കാൻ നോക്കി, പക്ഷേ കൊണ്ടില്ല. അവൻ അവിടെ തന്നെ കാലിപ്പിച്ചിരിക്കുവാണ് ഗൈസ്. ഓക്കെ, ഒരു തരത്തിൽ ഇറങ്ങത്തില്ല. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത്, എൻ്റെ പൊന്നി ഇന്നെങ്ങാനും ഇറങ്ങുമോ. പക്ഷെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്. ഓക്കെ ഗൈസ് വെളിയിലോട്ട് ഇറങ്ങിയത് ഞാൻ ഒരു ഹെഡ് കൊടുത്ത് അവനെ അടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ കളിക്കുന്നതെന്ന് വെച്ചാലും ഇപ്പോൾ ഇവന് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഗൈസ്. നമ്മുടെ കൂടെ ഇപ്പോൾ കസ്റ്റം കളിക്കുന്നവന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ശ്രേയസ് ഗെയിമിംഗ് എന്നാണ് ഗൈസ് അവൻ്റെ പേര്. ഓക്കെ, ഞാൻ അവനെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, അവൻ്റെ പേര് ശ്രേയസ് ഗെയിമിംഗ് എന്നാണ്. ഓക്കെ, അവനാണ് ഗൈസ് എൻ്റെ കൂടെ വിസിസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവനെയാണ് ഗൈസ് അടിച്ചു പൊടിക്കുന്നത്. ചെറുക്കൻ വലിയ കാര്യത്തെ കളിക്കുമെന്നൊക്കെ പറഞ്ഞ ഗൈസ് എന്നെ വെല്ലുവിളിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടിച്ച് പൊട്ടിച്ചില്ല, അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മോശമല്ലേ. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് അവനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അവനെ കസ്റ്റഡിയിൽ പൊട്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5ാമത്തെ റൗണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലവനെ അടിച്ചിടും ഗൈസ്, തറയിൽ അടിച്ചിടും ഗൈസ്, ഉറപ്പാണ്. ഓക്കെ, നമ്മൾ എക്സമേറ്റ് എടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ ഗൈസ് അവിടെ അനങ്ങാതെ തന്നെ സ്നൈപ്പ് അടിച്ച് പഠിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. ഒന്നും നോക്കിയില്ല, ഹെഡ് അടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഹീറോയ്ക്ക് CS-ൻ്റെ ഹീറോയ്ക്കിൻ്റെ എംബ്ലത്തിൻ്റെ ഒരു ഇമോട്ട് വിട്ട് ആ റൗണ്ടും കഴിഞ്ഞു. ഇത് ലാസ്റ്റ് റൗണ്ടാണ് ഗൈസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ് മുട്ടയ്ക്ക് പൊട്ടിക്കുന്ന പറഞ്ഞാൽ മുട്ടയ്ക്ക് പൊട്ടിച്ചിരിക്കുവാനെ. ഓക്കെ ഗൈസ്, നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറുക്കന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഗൈസ്. അവന് അതിൻ്റെ പേരിലൊക്കെയാണ് ഗൈസ് എന്നെ വെല്ലുവിളിച്ചേക്കുന്നത്. നമ്മൾ അടിച്ച് കൊടുത്തിരിക്കും ഗൈസ്. ഓക്കെ, ഈ റൗണ്ട് കൂടെ പിടിച്ച് അവനെ മുട്ടയ്ക്ക് പൊട്ടിക്കും ഞാൻ. ഓക്കെ ഗൈസ്, ഈ റൗണ്ട് സ്റ്റാർട്ട് ആവാറായി. ഞാൻ 5 സെക്കൻഡ് കൂടെ ഉള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, ഈ റൗണ്ട് ഇപ്പോൾ സ്റ്റാർട്ടാവും ഗൈസ്. അങ്ങനെ അടുത്ത റൗണ്ട് സ്റ്റാർട്ടായി. നമ്മൾ എക്സമേറ്റ് എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ റൗണ്ട് എൻ്റെ തലയടിച്ച് പൊട്ടിക്കും ഗൈസ്. നമ്മൾ അടിക്കാൻ നോക്കിയപ്പോൾ എന്നെ കണ്ടില്ല. ഞാൻ പിന്നെ നേരെ ഇവിടെ വന്നപ്പോൾ എന്നെ ഓടുന്ന കണ്ടുകൊണ്ട് അവിടെ നിന്ന് അടിക്കുന്നു. ഞാൻ ഒന്നും നോക്കിയില്ല ഗൈസ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങോട്ട് ഓടി വരുന്നത് ഗൈസ്. ഞാൻ അകത്തോട്ട് കയറി അടിക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല, എൻ്റെ ഡെസേർട്ടായിപ്പോയി. ഓക്കെ, അങ്ങനെ ഗൈസ് ആ റൗണ്ട് ഞാൻ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബൂയി അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ബൂയി അടിച്ച് നമ്മൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
അങ്ങനെ ലോബി കയറിയപ്പോൾ തന്നെ അവൻ ഇറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ അപ്പം തന്നെ നമ്മൾ സ്പോട്ടിൽ തന്നെ അവൻ റിക്വസ്റ്റ് ഇട്ട് കയറ്റി വെച്ച് ഇനി നിനക്ക് വല്ലതും പറയാനുണ്ടോയെന്ന് ചോദിച്ചു. കാരണം ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ സൗണ്ട് റെക്കോർഡായില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നുമില്ല ബ്രോ, അറിയാതെ പറ്റിപ്പോയതാന്ന് പറഞ്ഞു. പണ്ട് വൈകി എന്നെ ഗിൽഡിൽ ഇൻവൈറ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇൻവൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അവനോടുള്ള എല്ലാം തീർന്നിട്ടുണ്ട്, എന്നെ ഗിൽഡിലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ.